രാത്രി മുഴുവൻ ഉഗ്ര സ്ഫോടന ശബ്ദം. 3 ദിവസമായി ഉറങ്ങിയിട്ട് സഹായം അഭ്യർത്ഥിച്ച് ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ. എത്രയും വേഗം തങ്ങളെ ഒഴിപ്പിക്കാൻ നടപടി വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമായതോടെ ജീവൻ ഭയന്ന് ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ. രാത്രി മുഴുവൻ സ്ഫോടന ശബ്ദമാണെന്നും ആക്രമണം തുടങ്ങിയതിനു ശേഷം ഉറങ്ങിയിട്ടില്ലെന്നും ഇന്ത്യൻ വിദ്യാർത്ഥികൾ പറയുന്നു. എത്രയും വേഗം തങ്ങളെ ഒഴിപ്പിക്കാൻ നടപടി വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തെഹ്റാനിലെ ഇന്ത്യൻ എംബസി അധികൃതർക്ക് ബെഹഷ്റ്റി സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ കത്തയച്ചു. 350 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഈ സർവകലാശാലയിൽ മാത്രം പഠിക്കുന്നത്. ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതു മുതൽ താമസ സ്ഥലത്തെ ബേസ്മെന്റിലാണ് താമസമെന്ന് ബെഹഷ്റ്റി സർവകലാശാലയിലെ 3ാം വർഷ MBBS വിദ്യാർത്ഥിയും ജമ്മു കാശ്മീരിലെ ഹാദ്വാര സ്വദേശിയുമായ ഇംതിയാസ് മൊഹദ്ദീൻ പറഞ്ഞു. കഴിഞ്ഞ 3 ദിവസമായി രാത്രികളിൽ കടുത്ത സ്ഫോടന ശബ്ദം കേൾക്കാം. 5 കിലോമീറ്റർ അകലെ മാത്രമാണ് ഇതിൽ പലതും എന്നാണ് മനസ്സിലാകുന്നത്. രാത്രികളിൽ ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ലെന്നും ഇംതിസാൽ പറഞ്ഞു. ബോംബാക്രമണ സാധ്യത കണക്കിലെടുത്ത് യൂണിവേഴ്സിറ്റി ക്ലാസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും ഇംതിസാൽ പറഞ്ഞു. സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ തങ്ങളെ എത്രയും വേഗം ഒഴിപ്പിക്കാനുള്ള നടപടി ഇന്ത്യൻ സർക്കാർ സ്വീകരിക്കണമെന്നും ഇംതിസാൽ പറഞ്ഞു. ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ നമ്പർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നുമായില്ല. തങ്ങൾ നാട്ടിലെത്തണമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. കെർമാൻ മേഖലയിൽ നിന്ന് വെടിയൊച്ച കേട്ടതായി കെർമാൻ യൂണിവേഴ്സിറ്റിയിൽ 1ാം വർഷ MBBS വിദ്യാർത്ഥിയും ജമ്മു കാശ്മീരിലെ ശ്രീനഗർ സ്വദേശിയുമായ ഫൈസാൻ നബിയും പറഞ്ഞു. തെഹ്റാനെ അപേക്ഷിച്ച് കെർമാൻ സുരക്ഷിതമായ മേഖലയാണ്. എന്നാൽ വെടിയൊച്ച കേട്ടതോടെ സാഹചര്യം മോശമാണെന്നാണ് കരുതുന്നത്. തെഹ്റാനിലെ തന്റെ സുഹൃത്തുക്കൾ ഭയന്നിരിക്കുകയാണ്. 3-4 ദിവസങ്ങൾ മാത്രം കുടിക്കാനുള്ള വെള്ളം മാത്രമാണ് തങ്ങളുടെ കൈവശമുള്ളതെന്നും ഫൈസാൻ പറഞ്ഞു. ആക്രമണം രൂക്ഷമായത് വീട്ടുകാരെയും ഭയപ്പെടുത്തിയിരിക്കുകയാണ്. ദിവസവും 10ഓളം ഫോൺ കോളാണ് തനിക്ക് ലഭിക്കുന്നത്. ഇന്റർനെറ്റിന് സ്പീഡ് കുറവായതിനാൽ ഒരു മെസ്സേജ് പോലും അയക്കാൻ ബുദ്ധിമുട്ടുകയാണ്. ഡോക്ടറാകാൻ വേണ്ടിയാണ് തങ്ങൾ ഇവിടെ എത്തിയത്. എന്നാൽ ഇപ്പോൾ തങ്ങൾ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണെന്നും ഫൈസാൻ പറഞ്ഞു. ഇസ്രായേൽ ആക്രമണത്തിന്റെ ആദ്യ ദിനം ഭയാനകമായിരുന്നുവെന്ന് 4ാം വർഷ വിദ്യാർത്ഥിയും ജമ്മു കാശ്മീരിലെ സോപ്പോർ സ്വദേശിയുമായ മിതാദ് പറഞ്ഞു. തങ്ങൾ താമസിക്കുന്നതിന് കിലോമീറ്റർ മാത്രം അകലെയാണ് സ്ഫോടനം നടന്നത്. എല്ലാവരും ഭയന്നിരിക്കുകയാണ്. വാർത്തകളിലൂടെയാണ് കാര്യങ്ങൾ അറിയുന്നത്. വീട്ടുകാരും ഭയന്നിരിക്കുകയാണെന്ന് മിതാദ് പറഞ്ഞു. ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ച പശ്ചാത്തലത്തിൽ ഇറാനിലെ ഇന്ത്യക്കാർക്കായി തെഹ്റാനിലെ ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ആളുകൾ സുരക്ഷിതമായി വീടുകളിൽ തുടരണമെന്ന് എംബസി അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. സംഘർഷവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതിനായി എംബസി അധികൃതർ ടെലഗ്രാമിൽ ഗ്രൂപ്പ് തുടങ്ങുകയും ഇതിന്റെ ലിങ്ക് കൈമാറുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 224 പേരെന്നാണ് റിപ്പോർട്ട്. 1277 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട്. കൊല്ലപ്പെട്ടവരിൽ 90% സാധാരണക്കാരാണെന്ന് ഇറാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ജൂൺ 13 മുതൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിലെ 14 ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്.